ഏറ്റവും പുതിയ iOS 26 വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആദ്യം നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു വിഷ്വൽ ചേഞ്ച് ആണ്. എല്ലാം ഒരു ഗ്ലാസ് തീമിലേക്ക് മാറ്റിയിട്ടുണ്ട്, ട്രാൻസ്പെറന്റ് ആക്കിയിട്ടുണ്ട്. ലോക്ക് സ്ക്രീനിലെ ക്ലോക്കിന്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ കസ്റ്റമൈസ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ക്ലിയർ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐക്കൺസ് എല്ലാം ട്രാൻസ്പെറന്റ് ആവും. പിന്നെ ഏതെങ്കിലും ആപ്പിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത ഓപ്ഷനിലേക്ക് പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഫോൺ ആപ്പിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുതിയ ഫോൺ ആപ്പ് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഫോൺ ആപ്പിന്റെ സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അൺനോൺ കോൾസ് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളെ ഇപ്പോൾ അൺനോൺ നമ്പേഴ്സിൽ നിന്ന് ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ബെല്ലടിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ആരാണ് വിളിക്കുന്നത്, എന്തിനാണ് വിളിക്കുന്നത് എന്നൊക്കെ ഐഫോൺ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ നിങ്ങൾക്ക് തീരുമാനിക്കാം ആ ഒരു കോൾ എടുക്കണോ വേണ്ട എന്ന്. പിന്നെ വരുന്ന എല്ലാ അൺനോൺ കോൾസും സൈലന്റ് ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഫോണിൽ 2 സിം ഉണ്ടെങ്കിൽ ഓരോ സിമ്മിനും പ്രത്യേകം റിംഗ് ടോൺ ഇടാൻ പറ്റും. സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഏതെങ്കിലും മ്യൂസിക് ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അത് റിംഗ് ടോൺ ആക്കാൻ പറ്റും. ഏത് ഫോട്ടോയും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 3D ആക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വാൾപേപ്പർ ആക്കി സെറ്റ് ചെയ്യാം. എന്തായാലും കുറച്ച് നല്ല മാറ്റങ്ങൾ ഈ ഒരു iOS 26 വന്നിട്ടുണ്ട്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഐട്യൂൺസ് ഉണ്ടെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഫുൾ ചാർജ് ആക്കിയിട്ട് വൈഫൈയിൽ അപ്ഡേറ്റ് ചെയ്യുക.